ആയോ? അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി സോയ ചങ്ക്സിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു 200 ഗ്രാംസിന്റെ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ നന്നായി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം അതിനെ ഒന്ന് കുതിർത്താൻ വെക്കാം. അപ്പൊ അതിന്റെ ആ ഒരു ഇങ്ങനെ നിങ്ങൾ കാണാറില്ലേ സോയ ചങ്ക്സിൽ ഇങ്ങനെ ഒരു പതയൊക്കെ വരുന്നത്, അതെല്ലാം നമുക്ക് കളയാം. ഓക്കെ, അപ്പൊ എല്ലാവരും ചൂടുവെള്ളം റെഡിയാക്കിക്കോ. ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ ഒഴിക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു വെക്കാം. കണ്ടോ, അതിലെ പതയൊക്കെ പൊന്തി വരുന്നത് കണ്ടോ? ഇതൊന്നും അല്ല, അതിനകത്ത് ഇനി ഉണ്ടാവും. നമ്മൾ ഇതിനെ കുറച്ചു നേരം അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാക്കി മസാലാസ് എല്ലാം ശരിയാക്കാം. ഓക്കെ, അപ്പൊ നമ്മളിനി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ച സോയാബീൻ നന്നായി പിഴിഞ്ഞതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ആ ഉരുളയിലേക്ക് ഇട്ടു കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ കത്തിച്ചിട്ടില്ല, പാത്രം കത്തിച്ചിട്ടില്ല, അടിയിൽ തീ കത്തിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് ഉരുളിയിലേക്ക് പിഴിഞ്ഞു വെച്ച സോയാബീൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു 3 പച്ചമുളക്. ഓക്കെ, പിന്നെ നമ്മൾ ഇടാൻ പോകുന്നതാണ് ഒരു 1/2 സവാള. അപ്പൊ ഇനി അതിന്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നതാണ്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ ചെയ്ത് വെച്ച ഗരം മസാല. ഓക്കെ, നമ്മൾ തന്നെ പൊടിച്ച ഗരം മസാല, അതൊരു 1/4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നതാണ്, നല്ല ഫ്ലേവർ തരും അല്ലേ, നമ്മൾ ഇപ്പൊ കുക്ക് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ ആയിരുന്ന, മീറ്റിലൊക്കെ നല്ല ഫ്ലേവർ ആയിരുന്ന ഒരാളാണ് നമ്മളുടെ പെരുംജീരകം. അപ്പൊ പെരുംജീരകം നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ, പൊടിച്ചിട്ടില്ല, ഫുൾ ആയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ആസ് യൂഷ്വൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇടുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. നമ്മളുടെ കറിക്ക് നല്ല റെഡ് കളറിൽ അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. അധികം സ്പൈസി ആയിട്ടല്ല അത് ഉണ്ടാക്കുന്നത്, നോർമൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ സ്പൈസി ഇല്ലാതെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ, കോക്കനട്ട് ഓയിൽ നമ്മൾ കുറച്ച് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട്, ഓക്കെ, നന്നായിട്ട് ഇത് തിരുമ്മി പിടിപ്പിക്കണം. അപ്പം നമ്മൾ കത്തിക്കാത്തോണ്ട് ധൈര്യമായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇതിലേക്ക് ഈ മസാല തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. കാരണം എന്നിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം, കുക്ക് ചെയ്തെടുക്കാം കേട്ടോ, കുറച്ച് ഡ്രൈ ആയിട്ട്. കാരണം ഈ സോയാബീനിൽ മസാല പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നമ്മൾ ഈ ഇറച്ചിയൊക്കെ നമ്മൾ വേവിച്ചെടുക്കില്ലേ കുക്കറിൽ, അതേപോലെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ നമുക്കിത് കുക്കറിലിടേണ്ട ആവശ്യമില്ല. കുക്കറിലിടുമ്പോഴേക്കും അത് വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോകുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിത് കുക്കറല്ലാതെ തന്നെ നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടിയിൽ തീ കത്തിക്കാം. ഓക്കെ, തീ കത്തിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണോട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇനി അടുത്ത മസാല, നമ്മൾ ഇതിന്റെ ബാക്കി ഫ്ലേവറുള്ള മസാല ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം, ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. വാവ്, കണ്ടോ, വെള്ളം എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് അതിൽ കിടന്നൊന്ന് വാടി വരുമ്പം നല്ല ഫ്ലേവർ കിട്ടും. അപ്പം കണ്ടോ, ഇപ്പം ഇതിലത്തെ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി, പിന്നെ അതിലേക്ക് നന്നായി സോയ ചങ്ക്സിലേക്ക് നന്നായി മസാലയും പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഒന്നും കൂടി കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊരു 2-3 മിനിറ്റ്സ് കൂടി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാവ്, എന്താ ഒരു ഫ്ലേവർ, നല്ല സ്മെല്ല്, നല്ല ഫ്ലേവർ.
അപ്പം നമ്മൾ ഇനി ഇതിനെ പതുക്കെ ഇതിന്ന് മാറ്റാം. ഓക്കെ, ഇതിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. കാരണം ഞാൻ ഇതിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്രേവി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ പാത്രം യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇട്ട മസാലയൊന്നും വേസ്റ്റ് ആവാതെ നമുക്ക് എടുക്കാമല്ലോ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനെ സോയ ചങ്ക്സിൻ്റെ പ്രാന്തന്മാർ? ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരാൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അതിങ്ങനെ വെറുതെ കഴിച്ച് നടക്കും. നല്ലതാണ് കേട്ടോ, കുട്ടികൾക്ക് കൊടുത്തോളൂ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിനി ഇതേ ചട്ടിയിൽ തന്നെ മസാല ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്. ഇപ്പം സ്റ്റവ് ഓണാണ്. ഞാനൊന്ന് സിമ്മിൽ വെക്കുന്നുണ്ട്, കാരണം ഓൾറെഡി അതിൽ മസാല ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഓക്കെ, ഒന്ന് സ്ലോ ആയിട്ട് വെച്ചിട്ടുണ്ട് തീയ്. ആദ്യം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള എണ്ണ കേട്ടോ. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ അടുത്തതായി ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ അതിലേക്ക് ഇട്ടല്ലോ കട്ട് ചെയ്ത്. ഇനി നമ്മളൊരു 1-1.5 ഓണിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അതിലേക്ക് അങ്ങ് തട്ടി 1-1.5 ഓണിയൻ അതിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി അത് നന്നായി നമ്മൾ സോട്ട് ചെയ്തെടുക്കാം. കുക്ക് ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടോളണേ. പിന്നെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തിട്ട് കാണാം. പിന്നെ ഞാനില്ലേ ഒരു കാര്യം മറന്നു കേട്ടോ നേരത്തെ പറയാൻ. ഈ സോയ നിങ്ങളൊന്ന് വേവിക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പിട്ടോളൂ കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ അതുപോലെ മറക്കണ്ട, നിങ്ങൾ ഉപ്പിട്ടേക്കൂ കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒനിയനിലും കുറച്ച് ഉപ്പിടാം അല്ലേ. ഇത് മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇതിലിടാം. മറ്റേതിൽ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇതിലേക്ക് ഇടാം, കാരണം അപ്പോൾ ഉപ്പ് കൂടി പോവില്ല. മറ്റേ നിങ്ങൾക്ക് ആ സോയയിലേക്ക് പിടിക്കാനുള്ള ഉപ്പും ഇത് നമ്മളുടെ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം. ഓക്കെ, അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അടുത്തതായി നമ്മളിതിലേക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളി തട്ടാൻ പോവാണ്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ ടൊമാറ്റോ അല്ല, ഒരു മീഡിയം സൈസ്. കാരണം ഇതിലേക്ക് ഇനി നമ്മൾ സോസുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കിടന്ന് നന്നായി വഴറ്റിയെടുക്കാം നമുക്ക്. അത് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പോയി ഇതിലേക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ ഒരു പ്രൊവിഷനും ഇല്ല, കാരണം എൻ്റെ മിക്സി കേട് വന്ന് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാഷ്യൂ എടുത്ത് ബ്ലെൻഡറിൽ, ജ്യൂസ് ബ്ലെൻഡർ ഉണ്ടല്ലോ, അതിൽ അരച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കാഷ്യൂ പേസ്റ്റ് റെഡിയാക്കിയിട്ട് വരാം. നിങ്ങൾ ഈ സമയം കൊണ്ട് ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കാഷ്യൂവിൻ്റെ പേസ്റ്റോ റെഡിയാക്കിയിട്ട് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഓടിപ്പോരെ. ഓക്കെ, അപ്പം നമ്മളുടെ മസാല അത്യാവശ്യം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി മല്ലിപ്പൊടി ഇടാണ് കേട്ടോ. കുറച്ചിട്ടാൽ മതി, നേരത്തെ നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി. പിന്നെ വീണ്ടും നമ്മൾ എന്താടാൻ പോകുന്നേ? വീണ്ടും ഒരു ഇച്ചിരി ഗരം മസാല. വീണ്ടും നമ്മൾ അടുത്തത്, വീണ്ടുമല്ല നമ്മൾ പുതിയതായിട്ട് ഇടാൻ പോകുന്നതാണ് മീറ്റ് മസാല. മീറ്റ് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മീറ്റ് മസാല ഇട്ടോ. ഓക്കെ, ഇനി കുറച്ചുകൂടി കാശ്മീരി ചില്ലി, കുറച്ച് നമുക്ക് ഗ്രേവിക്ക് ഒരു കളർ വേണ്ടേ, അതിന് വേണ്ടി. ഓക്കെ, ഇതിട്ടതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഉരുളിയുടെ കളറൊക്കെ നിങ്ങൾ മാറുന്നത് കാണും, അതറിയാലോ. നമ്മൾ ഇതിൽ തന്നെ ചെയ്തതുകൊണ്ടാണ്. ഫസ്റ്റ് നമ്മൾ സോയാബീൻ ഇതിലാണല്ലോ വേവിച്ചെടുത്തത്, സോയ ചങ്ക്സ് എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കസ്തൂരി മേത്തി. അപ്പം മസാലയുടെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടി. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കസ്തൂരി മേത്തിയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തെല്ലാം കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ഒരു ഇച്ചിരി എടുത്തിട്ട് ഇതിന് മുകളിൽ അങ്ങനെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സോയാ സോസും. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ വളരെ കുറച്ച് മതി കേട്ടോ. കുറച്ച് സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കളർ കണ്ടിട്ട് പ്രശ്നമാക്കണ്ട, അത് ശരിയായിക്കോളും നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ മസാലയിൽ മിക്സ് ചെയ്യുമ്പോൾ അത് സെറ്റായി കിട്ടും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ മസാലാസ് എല്ലാം സൈഡിൽ പിടിച്ചതെല്ലാം നമുക്കൊന്ന് ഇളക്കിയെടുത്തത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തൈരാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ തൈരുണ്ടെങ്കിൽ, നല്ല കട്ടി തൈര് ഉണ്ടാവുമല്ലോ എല്ലാവരുടെ കയ്യിലും, അപ്പം ആ തൈരാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഒരിച്ചിരി തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. തൈരിനി നന്നായി മിക്സ് ചെയ്തോളൂ. ഓക്കെ, ഇതിൻ്റെ കൂടെ നന്നായി തൈര് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഇവിടെ കുക്ക് ചെയ്ത് വെച്ച് സോയ ചങ്ക്സ് ഇതിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 minutes കുക്കായിക്കോട്ടെ. അപ്പം നിങ്ങൾക്ക് ഗ്രേവി കുറവാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ആക്കാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പം നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചാലോ? യെസ്, ഇത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം. ഒരു 5 minutes ഇത് നന്നായി കുക്കാവട്ടെ കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ? വാവ്, കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കുക്കാവുന്നുണ്ട്. നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റോ റെഡിയാക്കി വെച്ചോളാൻ. അപ്പം ഞാനത് റെഡിയാക്കി കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ്. അപ്പം അത് ഞാനിതിലേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളും എടുത്ത് ഒഴിച്ചോ. ഓക്കെ, നമുക്ക് കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയാണ് ബ്ലെൻഡ് ചെയ്തെടുത്ത്. കാരണം ബ്ലെൻഡർ ആവുകൊണ്ട് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മിക്സായി വരില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളത്തോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എത്രയോന്ന് വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, കാഷ്യൂനട്ട് ഒരു 10 എണ്ണം നിങ്ങൾക്ക് എടുത്തിട്ട് അരയ്ക്കാം. ഓക്കെ, ഒരു 10 കാഷ്യൂനട്ട്സ് അത്രേ ആവശ്യമുള്ളൂ. അത് നമ്മൾ നന്നായിട്ട് അരച്ച് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഫൈനൽ ടച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 സ്പൂൺ ഗീ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ സ്പൈസി അല്ലാത്തൊരു കറിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പം ഒന്നുകൊണ്ടും പേടിക്കണ്ട, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികളൊക്കെ നന്നായി കഴിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഗീ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കളർ മാത്രമേ ഉള്ളൂ, ഇതിന് എരിവില്ല. ഇത് ഈ കാര്യം എനിക്ക് കാശ്മീരി ചെയ്യാതെ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ആക്ച്വലി എൻ്റെ പെപ്പർ പൗഡർ കഴിഞ്ഞിരിക്കുകയാണ്. മിക്സി കേടായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ സാധിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് പെപ്പർ പൗഡർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ വരും. ഇതിപ്പോൾ നമുക്ക് നല്ല റെഡ് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്, മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഫൈനലി ഒന്ന് സുന്ദരനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊറിയാൻഡർ ലീഫ് കൊണ്ട് നമുക്കൊന്ന് അതിനെ ഗാർണിഷ് ചെയ്യാം. നമുക്കൊന്ന് സുന്ദരനാക്കിയാലോ? ഓക്കെ, അപ്പം നമ്മൾ ഗാർണിഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ. ഇനി പതുക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യൂ. ആൻഡ് സീ യു സൂൺ.